കരു എനിക്ക് നമ്മൾ ചിക്കൻ കഴിച്ചില്ല ഒരുമിച്ച്. എനിക്ക് പിന്നെ വിശക്കണു കരു. ഞാൻ ഇത്ര പോലുള്ള ചെറിയ പീസ് കഴിച്ചുള്ളായിരുന്നു. എനിക്ക് വിശക്കണു. ഈ പെണ്ണെന്താടാ ഇങ്ങനെ ഒരു കഥ? ഞാൻ ചെറിയ പീസ് കഴിച്ചു, കരു വലിയ പീസ് കഴിച്ചില്ലേ? ഇതൊരു സമ്പതി വാർത്ത സൂയന്ത കേട്ടോ. സുമിയന്തേ ഒരു കഥ. അത് സുഖല്ലേ? ആ സുഖ. കാര്യം എനിക്ക് മഞ്ച് മേടിച്ചെന്ന കാര്യം പറ. കാര്യം മേടിച്ചെന്ന മഞ്ച്, ഒരു ദിറംസിന്റെ മഞ്ച് പറ. ഒരു ദിറംസിന്റെ ഇത് ഒരു ദിറംസ്, അങ്ങനെ 3 മഞ്ച് 3 ദിറംസ്. ഇതൊക്കെ പബ്ലിക്കിൽ പറയാൻ പറ്റുമോ? അതെന്താ? ഞാൻ എല്ലാം പറയാം. ഞാൻ ഒന്ന് രഹസ്യമാക്കി വെക്കുന്ന ടൈപ്പ് അല്ല. ഓക്കെ, ഞാൻ ആ ടൈപ്പ് അല്ല, മനസ്സിലായോ? കാര്യം എനിക്ക് മഞ്ച് മേടിച്ച കാര്യം പറ. ഇതിന്റെ കുട്ടിക്ക് കൊടുക്കാതെ ബൈക്ക് കാറോടെ? കുട്ടിക്ക് ഞാന് കാറിനുള്ളില് ജെംസ് മിഠായി ഉള്ളവരും ഒരു മേടിച്ചു ചോദിച്ചോക്കെ. സോനിയ 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 അത് കാറുണ്ടോ? തന്നീല? അതിനുള്ളിൽ ജീരക മിഠായി ഉള്ള മഞ്ച്, ജീരക മിഠായി ഉള്ള സൈക്കിള് ചോദിക്കോ? ഒരു തരംസിൽ ചോദിച്ചോ. പൊന്നാര ചങ്ങായി, ചാർക്കോള് തിന്നിട്ട് അതിൻ്റെ കായും ഈ പാവപ്പെട്ടനെ കൊണ്ട് കൊടുത്തിട്ട് എന്നിട്ട് ഞാൻ കൊടുക്കാൻ നിന്നേക്ക് സോറി ഓള് പറഞ്ഞ് ഞാൻ കൊടുക്കാന്നൊക്കെ പറഞ്ഞ് ഓള് കയ്യേകാൻ പോയിട്ട് 20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കയ്യേകിയിട്ട് ഓള് വരുന്നത്. ഒരാൾക്ക് ഒരു സാധനം കൊടുക്കാന്ന് പറയുമ്പോൾ ഒന്നില്ലെങ്കിൽ അത് മനസ്സ് തൃപ്തിയായിട്ട് കൊടുക്കണം അല്ലേ? എന്നിട്ട് ഞാൻ കൊടുത്തതിൻ്റെ ശേഷം എന്നോട് വന്നിട്ട് ചോദിച്ചാണ്, നീ കൊടുത്തോ? അത് തന്നാ കാറ് തന്നാ? ഓക്കെ കാറ് തന്നാ? സത്യം പറയും, സത്യം പറയും. എന്തെന്ന് പറഞ്ഞു? എന്തെന്ന് പറഞ്ഞേ? മുട്ടായി എന്ത് പറഞ്ഞേ? സൈക്കിൾ മുട്ടായി പോട്ടെ, കാറ് വാങ്ങിത്തരാണ് വാങ്ങിത്തരാ. ഒരു കുട്ടികൾക്കോടൊക്കെ ഒരു കാര്യം പറയുമ്പോൾ അത് മനസ്സറിഞ്ഞ് വാങ്ങി കൊടുക്കണം. ചീഞ്ഞ ജ്യൂസ് വിചാരി ചോയ ഞാൻ ഒരു മുറുക്ക് കുടിച്ചിട്ട് അവിടെ തന്നെ വെച്ചു. സത്യമായിട്ടും അത് എന്തിട്ട് ജ്യൂസാ ചങ്ങായി? എന്നോട് പറയാ, ഒരു പുളിയില്ല മധുരം ഇല്ല, ആ പറ്റ 2 ഉറുപ്പിയുടെ ജ്യൂസ്. ഒരു കഥ. എന്താല്ലേ ചുരുക്കം പറയാച്ചപ്പോ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വിളിച്ചു പറയല്ലേ. മക്കളെ നിങ്ങളൊരു കാര്യം ചിന്തിച്ചോളൂ, ആര് പോയാലും സ്നേഹൻ്റെ അടുത്ത് ഒറ്റയ്ക്ക് പോകാൻ നിൽക്കണ്ട. നാളെ ലൈവിൽ വിളിച്ചു പറയും, ഞാൻ ഒറ്റയ്ക്ക് പോകാത്തോണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ എന്നോട് പറയുന്ന കാര്യങ്ങൾ ചിലപ്പോ ഞാൻ എന്നെ തോള് പിടിച്ച് നടന്നിട്ടുണ്ടാവും. അതൊക്കെ ഇവിടെ പാട്ട് പാടുക. എങ്ങനെ പറഞ്ഞ വിശ്വസിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് ഒരു പിന്നെ ഒരു കഥ ചങ്ങായി. ആര് പോണ്ടട്ടോ, പലതും പറയുള്ളൂ. ഒരു കഥ. എനിക്ക് ഞാൻ അവിടെ പോയിട്ട് എവിടെ സുമിയ സുമിയ അവിടെ ഡ്രസ് അവിടെ നോട്ടെ അടുത്ത അത് കാണിച്ചു കൊടുക്കട്ടെ ഒന്ന്. അടുത്ത ഞാന് പക്ഷെ ഒരു കാര്യം പറയാ, 10 പൈസ ഒരു ദിറംസോ കുറച്ചിട്ടില്ല വല്ലാഹി. ഒരു ദിറംസോ ഇതല്ല ഇതിനെ മറ്റെടുക്ക്. ഒരു ദിറംസോ കുറച്ചിട്ടുണ്ടെങ്കിൽ സങ്കടമില്ല. ഒരു കഥ. ഇത് അങ്ങനൊന്നും ഇടല്ലേ. ഇതെന്താ ഷാളാ? ഇത് ഇത് എനിക്ക് സ്നേഹ ഡ്രസ് തന്നാണ്. വെറുതെ ഷോൾഡറിൽ
ഷോൾഡറിൽ പിടിക്കും, ഷോൾഡറിൽ നെക്ക് കാണിക്കുന്നത് എന്തിട്ട് കാണിക്കണം? ഏത് നെക്ക്? ആറ് നെക്ക് ഇവിടെ നെക്കാ. ആ ഇത് ടൗസറാന്ന് വിചാരിക്കണ്ട, ചുരിദാറാണ്. ഇത് ടൗസർ അല്ല, ചുരിദാർ. സുമി എടുത്ത് വെച്ചാളാ. നല്ല ഭംഗിയുള്ള ഒന്നുണ്ട്, അതേതാ? ആ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഇതെന്താ തലക്കാണി കവറോന്ന്. ഇത് തലക്കാണി കവറല്ല. സുമി ഇവിടെ നിന്ന് ഇട്ട് നോക്കി ഇഷ്ടപ്പെട്ട എടുത്തിട്ടോ. തിരിച്ചുപിടി. ഇഷ്ടപ്പെട്ട എടുത്തിട്ട് പോയതല്ലേ? ഇതാണ്. രസമുണ്ടോ ചങ്കോ? രസമുണ്ടോ? ഇത് ഫ്രീ ആണോന്നോ? ഓളെ ബോധം കെടുത്തണം. ഒരു ദിറംസ് കുറച്ച് രൂപയ്ക്ക് പ്രശ്നമില്ല, സങ്കടമില്ല. ഒരേ ഒരു ദിറംസ്. ഇങ്ങനെ പറയല്ലേ കേട്ടോ. എന്തിങ്ങനെ പറയല്ലേ? ഒരു ദിറംസ്. പക്ഷെ നല്ല കളക്ഷൻ ഇട്ടാ. ഞാൻ കാര്യം പറയണേ, പിന്നെ റൂമിൽ കറിയാ, ഞാൻ നിങ്ങൾക്ക് ലൊക്കേഷൻ വിട്ടുതരാം. കറക്റ്റ് റൂമിന്റെ ലൊക്കേഷൻ നോ നോ. ആ നീ കെടുക്ക് റീനോ, നീ കെടുക്ക്. പിന്നെ ലൊക്കേഷൻ കറക്റ്റ് ലൊക്കേഷൻ്റെ അടുത്തുണ്ട്. റൂമിന്റെ മരത്ത് പോയിട്ട് ഇറങ്ങാം. ഓക്കെ, ഇല്ലിത് ഓൺലൈനാണ്. ഇവിടെ നമ്മൾ വന്നെടുക്കാൻ പറ്റത്തില്ല. ഒരു 10,000 പീസ് ഇവിടെ തുറന്നിട്ടിട്ടാണ് ആകെ 2 പീസുകൾ എടുത്തത്. ഒലക്ക എത്ര ആൾക്കാരെ ലൊക്കേഷൻ ചോദിക്കണം. ഇന്റെ അടുത്തുണ്ട് PM വരും. ലൊക്കേഷനിൽ എവിടെ ഓൺലൈനാണ് ഡ്രസ് വന്നെടുക്കാൻ പറ്റില്ല. ഇജ് 3 ദിവസം വേണ്ട റൂം മാറുജ്. അതിലുള്ള പണിക്കാരാ ട്ടാ, അതിലുള്ള പണിക്കാരാ, അതിലുള്ള പണി എനിക്കറിയാം. 3 ദിവസം കൊണ്ട് എന്റെ റൂമിന്റെ അവിടെ വന്നിട്ട് ആൾക്കാർ മുട്ടും. ഡ്രസ് ഉണ്ടോ? ഓൺലൈനാണ്. കരിമക്ക തമാശ കളിക്കരുത്. ഇവിടെ ആർക്കും വന്നെടുക്കാൻ പറ്റില്ല. ആരെയും കയറ്റില്ല. പിന്നെ എന്ത് ധൈര്യത്തിൽ എന്നെ കയറ്റിയത്? സുമിയും കൂടെ കൂട്ടിയിട്ട് വരണത് പറഞ്ഞോണ്ടിട്ട് ഞാൻ കയറ്റിയത്. ഞാൻ അങ്ങനെ പല നോണയും പറയണ്ടെങ്കിലോ ചിലപ്പോ. അല്ല ഞാൻ ചോദിക്കട്ടെ, ഞാൻ വെറുതെ എന്നെ വിളിച്ചിട്ട് പറയണേ ഞാൻ സുമിയും കൂടിയാ വരണെന്ന് പറഞ്ഞു. ഇജ് അതുകൊണ്ട് എനിക്ക് ലൊക്കേഷൻ വിട്ടു തന്നു. ഞാൻ സുമിനെ കൂട്ടാതെ അവിടെ വന്നിക്കണെങ്കിലോ? തരത്തില്ല, നിങ്ങളതിന്റെ അകത്തോട്ട് കയറ്റത്തില്ല. അതിനുള്ള ധൈര്യം എനിക്കുണ്ടോ? സമാധിയാക്കും എന്നെ. ഇവിടെ വന്നെടുക്കാൻ പറ്റത്തില്ലടോ. ഓൺലൈൻ ഓർഡർ ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് വന്നെടുക്കണമെങ്കിൽ സഫാരി മോളിൽ ലൊക്കേഷൻ തരും, അങ്ങോട്ടേക്ക് വരും. ഇല്ല മക്കളെ, ഇവളെ ലൊക്കേഷൻ എന്റെ അടുത്തുണ്ട്. എവരിവൺ. പിന്നെ ഇങ്ങോട്ട് വാ. മുട്ടുകാലം അല്ലേ ഓടിക്കുന്നത്. എന്നെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവളെ ലൊക്കേഷൻ, പെരടമരത്തിന്റെ ലൊക്കേഷൻ, ഫ്ലാറ്റ് നമ്പർ, ലിഫ്റ്റ് നമ്പർ, ഇപ്പുറത്തെ എത്ര അപ്പുറത്തെ എത്ര, ഫുള്ള്. ഇങ്ങോട്ട് വാ. നീ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, എന്റെ ഒരു ദുഷ്ടനും ഒന്നും മനസ്സിലാക്കാനില്ല. തന്റെ സ്വഭാവം എനിക്ക് മനസ്സിലായി. ഇജി ഒരു കാര്യമൊക്കെ മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാല് എന്റെ വെറും ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂരനാണ്. നിങ്ങൾക്കൊരു കാര്യം അറിയാം. ആ സുമി ഒരു ഡ്രസ് ഇട്ടിട്ട് വന്നിട്ട് ആ ഡ്രസ് അപ്പൊ എന്റെ റൂം ലൊക്കേഷൻ കൊടുക്കുക. ഇജി പറഞ്ഞക്ക് കുഴപ്പമില്ല. മുഴുവനായി കൊടുക്കല്ലേ, ആൾക്കാർ തെറ്റി തരും. പറഞ്ഞു കൊടുക്ക്. ആ ഡ്രസ്സിന്റെ സൈഡ് സ്ലിറ്റ് കുറച്ച് കേറിപ്പോയി, അതുകൊണ്ട് ഇടണ്ട, അത് എടുക്കണ്ട, അത് കൊള്ളില്ല എന്ന് പറഞ്ഞു. ഇയാള് നമ്മള് പെമ്പിള്ളാർ ലൈവ് ഇരിക്കുമ്പോ ഒരു ഡ്രസ്സ് പൊങ്ങുന്നുണ്ടോ, ഒരു ടോപ്പ് പൊങ്ങുന്നുണ്ടോ, കണ്ണട വെച്ച് കാണുന്നില്ല. ഇങ്ങനെ നോക്കി 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 വെള്ളം ഓർക്കുന്ന ഇയാള് അതിനെടുത്താ മതി. അത് കൊള്ളില്ല, ഇത് കൊള്ളില്ല. എങ്ങനെ ഇരിക്കണ ഇയാള്? ഓക്കെ, ഞാൻ പറഞ്ഞു. ഇവളൊരു ഡ്രസ് എടുത്തിക്കണേ. ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് കാണണം, മനസ്സിലായി? അങ്ങനത്തെ ചുരിദാർക്ക് വേണ്ട. ഹേ മോഡലിംഗ് ഇല്ല. ഞാനോ കൂത്തരാണ്. എന്തിനാ ഓളെ ഞാനായി സുമിക്ക് ഇഷ്ടപ്പെട്ടത് ഇയാൾ എടുപ്പിച്ചില്ല, വേറൊന്നും ഇഷ്ടപ്പെട്ടത് ഇയാൾ എടുപ്പിച്ചില്ല. അറിയോ നിങ്ങൾക്ക്? അത് ഇത്തിരി സ്ലിഫ്റ്റ് കയറി എന്ന് പറഞ്ഞിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. എന്നിട്ട് അതിൽ തെറ്റില്ല. ഓക്കെ, ഇയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല, എടുത്തില്ല. എന്നിട്ട് നമ്മളൊരു ലൈവിൽ ഇരിക്കുമ്പോ പാവട പൊങ്ങുന്നുണ്ടോ, പാന്റ് പൊങ്ങുന്നുണ്ടോ, ഫുള്ള് കാണുന്ന ഇരിക്കും. അതെന്താണ് നടക്കണ അവിടെ കാണാനായിട്ട്? അത് ഞാൻ എന്റെ സുമി ലൈവ് കളിക്കാൻ ചോളി നോക്കും ഞാൻ. അത് കളി വേറെ, കാര്യം വേറെ. ഗെയിം കളി എന്ന് പറഞ്ഞാൽ അത് വേറെ ഒരു ട്രെൻഡാണ്. ഓക്കെ,
അവളിഞ്ഞ് നാളെ മുതൽ ഒരു മിനിറ്റ് അവള് നാളെ മുതൽ ഗെയിം കളിക്കുകയാണെങ്കിൽ ഞാൻ ഇതേ നോട്ട് ഓളി നോക്കും, തിരി മറിയെന്നൊക്കെ പറയും. പിന്നെന്ത് വരണ്ട, ധൈര്യം ഒന്ന് കളിക്കട്ടെ. എന്റെ ലൊക്കേഷൻ കൊടുക്കണ്ട, എന്റെ കളക്ഷൻസ് എങ്ങനെയുണ്ട് അത് പറ. ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, പക്ഷെ ഒക്കെ മറ്റേ ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് കാണുന്നതാ. പിന്നെ അത്ര ഓപ്പൺ ആയിരിക്കും, അത്ര ഓപ്പൺ എനിക്ക് ഇഷ്ടല്ലാന്ന്. എനിക്ക് വേണ്ടത് ഇഷ്ടമുള്ളവരെടുക്കും. താൻ അതിനെ കുറിച്ച് പറ. പിന്നെ ചുരിദാർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരലാക്കില് കീറലാണ് ഇവിടെ. എടാ അതങ്ങനെ സ്ലിറ്റ് ടൈപ്പ് ടോപ്പ് അങ്ങനെയല്ലേ വരുള്ളൂ. സ്ലിറ്റ് ആവുമ്പോ അങ്ങനെ ഓപ്പൺ ആയിരിക്കും. പക്ഷെ അത് അങ്ങനെയൊക്കെ ആൾക്കാർ ഇടുവോ? പിന്നെ ഇടാണ്ട് പിന്നെ എനിക്ക് വേണ്ട കുർദയാണ്. കുർദയല്ല പർദ്ദ. പർദ്ദല്ല, കുർദ. അതായത് ഫുള്ള് ഉള്ളത് ഗൗണ്. ആരും മെസ്സേജ് അയക്കല്ലേ, ഞാൻ ലൈവ് കഴിഞ്ഞിട്ട് റിപ്ലൈ ചെയ്യാം. ഗൗണ് ഒരെണ്ണം കൊണ്ടുവന്നിട്ട് താൻ എടുപ്പിക്കാൻ നോക്കിട്ട് സുമി എടുത്തില്ലല്ലോ. എവിടെ? ഒരു മഞ്ഞ ഇട്ടിട്ട് താൻ പങ്കിന്ന് സുമി എടുത്തില്ലല്ലോ. സുമിക്ക് ഇതുപോലെ തന്നെ വേണോന്ന് പറഞ്ഞു. അത് മഞ്ഞാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രസം തോന്നില്ല. നമ്മൾ എടുക്കുമ്പോ രസമുള്ള എടുക്കണ്ടേ. പക്ഷെ ഞാൻ കാര്യം പറഞ്ഞുതരാം. ഞാൻ പോയിരുന്നു, പിന്നെ ഡ്രസ്സ് എടുക്കാൻ പോയിരുന്നു. ഞാനുണ്ടായിരുന്നു, എൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണുള്ളത് എനിക്ക് ലൊക്കേഷൻ തന്നത്. പക്ഷെ എൻ്റെ അടുത്ത ലൊക്കേഷൻ സേഫാണ്. ആർക്കും ആണെങ്കിലും എന്റെ PM വരികയാണെങ്കിൽ ഇവളോട് ഈറുള്ള ആര് വരികയാണെങ്കിലും ഞാൻ തരും. രണ്ടാമത്തെ കാര്യം, നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട്. ഒരു അടിപൊളി എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നല്ല നല്ല മോഡലുകൾ ഉണ്ട് അവിടെ അടുത്ത്. പൈസക്ക് ഒരു ഉറുപ്പ്യ കുറവില്ല. അതാണ് മെയിൻ പ്രശ്നം. പിന്നെ എനിക്കത് കഴിഞ്ഞിട്ട് എനിക്ക് ഫുഡ് വാങ്ങി തന്നു. അതിൻ്റെ കായോള് കൊടുത്തു. അത് ഇന്ത്യയിൽ ആദ്യം ഈടാക്കിക്കണ്. ഇന്റെ ഡ്രസ്സുമെന്ന് ആദ്യം ഈടാക്കിയിട്ട് പിന്നെ ഇത് മാക്സിമം ഇന്ത്യയിൽ ഈടാക്കിയിട്ട് ആ കായത്തേക്ക് ഫുഡ് വാങ്ങി തന്നിക്കണ്. അത് സത്യം തന്നെ. ഇത് തന്ന ഞാനിത് സംസാരിക്കുന്നത് എന്നെ വിളിച്ചേ ഞാൻ ഈടാക്കിയിട്ടാണോ സുമി ഭക്ഷണം വാങ്ങി തന്നെ? എന്ത് പറയും എല്ലാം നിക്കുള്ളൂ. എനിക്കറിയാം, ഞാൻ ഇന്നൊന്നും തുടങ്ങിയ എല്ലാവരും ഞാൻ കല്യാണം കഴിച്ചിട്ട് 10-13 കൊല്ലം കഴിഞ്ഞിരിക്കണം. ഓക്കെ, എനിക്കറിയാം ഞാൻ എത്ര ഡ്രസ്സ് എടുത്തു, എന്താണ് അതിന്റെ വില എന്നുള്ളത്. ഈ അതുമായി എന്റെ സൽക്കാരം കണ്ടേക്ക് മനസ്സിലാക്കണ് ഇന്റെ നല്ല എന്നെ ജാമാക്കിക്കുന്നുള്ളത്. ഡിസ്കൗണ്ടിന്റെ കാര്യം ഞാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി. താനോടൊന്നും ചോദിച്ചില്ലല്ലോ. എന്തൊക്കെ ചോദിക്കും ഒരാൾ അവിടുന്ന് വരുമ്പോ കരിക്കല്ലേന്ന് വെച്ചാൽ ഡിസ്കൗണ്ട് പറയണ്ടേ? ഡിസ്കൗണ്ട് ഒന്നും ഇല്ലേ? അപ്പൊ നമ്മൾ എന്തെങ്കിലും ചെയ്യും. പക്ഷെ ഇയാൾ ചോദിച്ചില്ല, ഞാൻ മറന്നുപോയി. എങ്ങനെ ചോദിച്ചു? മനസ്സ് പ്ലാൻ ചെയ്തിക്കണ്. ദൈവമേ ഡിസ്കൗണ്ട് ചോദിക്കല്ലേ, ആ കായ്ക്കോർക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്ക ദൈവമേ എന്ന് മനസ്സ് ചിന്തിച്ചു. നമ്മള് പുറത്തു പോകാൻ പോലും പ്ലാൻ ചെയ്ത് താനെന്ത് മനുഷ്യനെടുത്താൽ നിർത്തിക്ക് മതി. എന്നിട്ട് ഇത് കേക്കണം നിങ്ങള്. ഇനി ഒന്നും കേൾക്കാനില്ല, മതി. അല്ലല്ലോ, ബാക്കി കൂടി പറയട്ടെ. വേണ്ട. ഒരു ചുട്ട കോഴി ആകെ 4 കോഴി. അതന്നെ 4 പീസ്. ഒരു ഫുൾ ചിക്കനാണ്. പൊന്നെ ഒരു ഭക്ഷണം കഴിച്ച് വന്നുകൊണ്ടിട്ട് അവരൊന്നും കഴിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ഞാൻ ചോദിച്ചാണ് രണ്ടാമത് ഓർഡർ. തന്നെയൊക്കെ കൊണ്ട് ഭക്ഷണം കഴിക്കാൻ പോയി. ഇതാണ് അവസ്ഥ. എടി ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ ഒരു എക്സാമ്പിൾ, നീ ഇപ്പൊ എന്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ ഞാൻ ട്രീറ്റ് ചെയ്യുമ്പോൾ ഞാൻ എനിക്ക് 1 മതിയോ 1/2 മതിയോ എന്ന് ചോദിക്കൂല. 2-3 ഞാനവിടെ കൊടുന്ന് വെക്കും. ഓക്കെ, ഇജെന്താ കാട്ടിയത്? ചെന്നേക്ക് തന്നെ ഇങ്ങക്ക് പച്ചവെള്ളം വേണോന്ന് ആദ്യം. അപ്പൊ ഞാൻ ഒരു തണുത്ത വെള്ളം കൊടുന്നോട്ടെ പറഞ്ഞു. പിന്നോളിനോട് ചോദിച്ചാണ് ജ്യൂസ് വേണോന്ന്. ജ്യൂസ് വേണോന്ന് ഇട്ടോ ഒരാളോട് വേണോന്ന് ചോദിച്ചാ നിങ്ങൾ പറയും. 450 ആൾക്കാർ ചോദിക്കട്ടെ, ഇങ്ങോട്ട് ഒരാൾ വന്നിട്ട് ചോദിക്കണം ജ്യൂസ് വേണോന്ന് ചോദിച്ചാൽ നിങ്ങൾ മര്യാദക്ക് നിങ്ങൾ പറയും വേണ്ട. ജ്യൂസ് ഏത് ജ്യൂസാ വേണ്ടെന്ന് ചോദിച്ചിട്ട് ഞാൻ ജ്യൂസ് ഓർഡർ ചെയ്ത് വാട്ടർമെലൻ. തമാശ കളിക്കല്ലേ? കോഫി വേണം ചോദിച്ചു, വേണ്ട പറഞ്ഞു. ചോദിക്കലാണ് അവിടെ. ചോദിച്ചു കഴിഞ്ഞ ഒരാൾക്ക് മടിയേക്കാരം പറയാന്. ഓക്കെ, അങ്ങനെ ഒരാളോട് അങ്ങനെ പറയരുത്. ഒരാൾ വരുമ്പോ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതോടെ പറയാ. അല്ലാതെ വേണോ നിങ്ങക്ക് പെപ്സി വേണോ, നിങ്ങൾക്ക് കോഴി വേണോ, നിങ്ങൾക്ക് അപ്പൊ ആൾക്കാർ വേണ്ടാന്നേ പറയുള്ളൂ. എന്ത് വേണച്ച ഓർഡർ ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലോ. എന്നിട്ട് അതും കേക്ക് ഒരു ചുട്ട കോഴി
ഇവിടെ ഒരു ചുട്ട കോഴി നിങ്ങൾക്ക് വിശപ്പില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അത് വലിയൊരു കോഴിയാ, 4 പീസുള്ള വലിയ കോഴി. ഒരു ചുട്ട കോഴി വാങ്ങിയിട്ട് എനിക്കും എൻ്റെ 2 മക്കളും എൻ്റെ സുമിയും 3 ആൾ കിട്ടിയത് അരക്കഷ്ണം. ഒന്നര ഓളന്നെ തിന്നു. ഇത് പറയും നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ, ഒന്നുകൂടി പറയല്ലേ, നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ, ഒന്നുകൂടി പറയല്ലേ എന്ന്. മാനമ ഉളുപ്പാണ് ഉളുപ്പ്. ഏടോ അങ്ങനെയല്ലട്ടാ, ഇവര് കഴിച്ചു, ശരിയാണ്, ഇവര് ഓരോ പീസ് വെച്ച് കഴിച്ചു. ഞാൻ ചോദിക്കുകയും ചെയ്തു സുമിയോട്, ഒരെണ്ണം കൂടെ പറയണോ, ഒരെണ്ണം കൂടെ പറയണോ, എനിക്ക് വേണ്ട ഒന്നുകൂടെ പറയണോ ചോദിച്ചു. അപ്പൊ ഇവരൊന്നും വേണ്ട 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 പറഞ്ഞുകൊണ്ടാണ്. എടി അങ്ങനെ തന്നെ പറയും, ഒരാള് വേണ്ട വേണ്ടെന്ന് തന്നെ പറയും, അങ്ങനല്ലേ ചെയ്യേണ്ടത്. എടോ ഒരു ഫുൾ ചിക്കനാടോ മേടിച്ചത്? അതും ഇന്റെ ഡ്രസ്സുമെന്ന് 50 ഉറുപ്പ് ഈടാക്കിക്കണ്. 50 ഉറുപ്പ് ഈടാക്കിയിട്ട് മേടിക്കത്തില്ല ഈ കള്ളപ്പന്തി ഇങ്ങനെയൊക്കെ പറഞ്ഞു. അതെറ്റ് പോയിട്ട് എനിക്കൊരു അരക്കോയി വാങ്ങി തന്നിക്കണ്. എന്താ സ്നേഹ, ഞാൻ അനക്ക് ട്രീറ്റ് ചെയ്തരോ? ഓക്കെ, ഞാൻ ട്രീറ്റ് ചെയ്യുമ്പോ എങ്ങനെയായിരുന്നറിയോ? ഞാൻ അന്നോട് വന്നിട്ട് അനക്ക് വേണോ എന്ന് ചോദിച്ചൂല, അങ്ങോട്ട് പറയാ ചെയ്യാ. കേക്ക്, ഒരു ബത്തക്കട എന്താണ് അതിന് തേൻ ഒഴിച്ചിട്ട് ഒരു ജ്യൂസ് ഓർഡർ ചെയ്തിക്കണ്. ഒറ്റക്ക് കുടിച്ചു. എനിക്ക് തന്ന ഒരു മെരീൻഡ, ഒരു തണ്ണിമത്തങ്ങ ജ്യൂസ്. ഞാൻ ഇവരുടെ ജ്യൂസ് അടച്ചിപ്പോ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടാണ്. നീ അങ്ങനെ ചോദിക്കരുത് ഒരാളോട് വേണോന്ന്. നീ ഒറ്റയ്ക്ക് എങ്ങനെ ഞങ്ങൾ കണ്ണിന്റെ മുന്നിൽ നിന്ന് കുടിച്ചല്?